ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് വൻ നഷ്ടം വരുത്തുന്ന ചില ചതിക്കുഴികൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിലൊന്നാണ്, ചിലർക്ക് വിശന്നാൽ അത് ഭ്രാന്തായി മാറും. പിന്നെ അവർ സുബോധമില്ലാത്തവരെ പോലെ പെരുമാറിയെന്ന് വരും. അങ്ങനെ ചെയ്താൽ വരാവുന്നത് വൻ നഷ്ടമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ബൈബിൾ കഥാപാത്രമുണ്ട്. ഇനി ആ ഒരു വെളിച്ചത്തിൽ, അത് ആ ഒരു അധ്യായത്തിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. വൈദികൻ പോലും സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. എനിക്ക് വിശന്നാൽ പിന്നെ ഞാൻ അല്ലാതായി മാറും. പിന്നെ എനിക്ക് വല്ലാത്തൊരു വിഭ്രാന്തി പോലെയാണ്. അപ്പം അതുകൊണ്ട് വിശന്നാൽ ഞാൻ ആഹാരം ചോദിച്ചു വാങ്ങിക്കും. വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം അതങ്ങോട്ട് കൺട്രോൾ ചെയ്ത് പോയേക്കാം. എങ്ങനെയാണ് മറ്റുള്ളവരോട് ചോദിക്കുന്നതെന്നൊക്കെ വിചാരിച്ചേക്കാം. അച്ഛൻ പറയാണ്, എനിക്ക് അങ്ങനത്തെ ഒരു വിചാരമില്ല. കാരണം എനിക്കറിയാം, വിശന്നു കഴിഞ്ഞാൽ ഞാൻ അല്ലാതായി മാറും. ഇതുപോലെ സംഭവിച്ച ഒരു ബൈബിൾ കഥാപാത്രത്തെ ബൈബിളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതാണ് ഉൽപ്പത്തി 25-27 മുതലുള്ള വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുക. ഇസഹാക്കിന് 2 മക്കളുണ്ടായി. ഇസഹാക്കിൻ്റെ 2 മക്കൾ ഏസാവും യാക്കോബും. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും പല പ്രാർത്ഥനകളിൽ, സിറോ മലബാർ റീത്തിലെ പ്രാർത്ഥനകൾ അത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ. കാലാകാലങ്ങളായിട്ട് പ്രാർത്ഥനയിൽ നമ്മൾ എടുത്തു പറയാറുള്ള ഒരു നാമം യാക്കോബിൻ്റെ ദൈവമേ. ഈ യാക്കോബിൻ്റെ സ്ഥാനത്ത് വരേണ്ടിയിരുന്നത് ഏസാവ് എന്ന പേരാണ്. നമുക്കറിയാം അത് നഷ്ടമായത് എന്തുകൊണ്ടാണ്. ഒരു കപ്പ് പായസത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം നഷ്ടമാക്കിയവനാണ് ഏസാവ്. ഈ കാര്യങ്ങളെല്ലാം ഉൽപ്പത്തി 25-ാം അധ്യായം, പ്രത്യേകിച്ച് അതിൻ്റെ 27 മുതലുള്ള വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഏസാവ് ആരായിരുന്നു? ഒരു നായാട്ടുകാരൻ. അതുപോലെ തന്നെ നല്ല ഒരു കൃഷിക്കാരൻ, നല്ല അധ്വാനിയായിരുന്ന വ്യക്തിയാണ് ഏസാവ്. ഇവരിങ്ങനെ നായാട്ട് നടത്തി കിട്ടുന്ന മൃഗങ്ങളെ, അതിൻ്റെ മാംസം അത് ഭക്ഷിച്ച് അതിൽ സന്തോഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇസഹാക്ക്. അപ്പം അതുകൊണ്ട് തന്നെ ഏസാവിനോട് ഇസഹാക്കിന് ഒരു പ്രത്യേക വാത്സല്യമുണ്ടായിരുന്നു. ഇനി ഇസഹാക്കിൻ്റെ ഭാര്യ റബേക്ക, അവൾക്ക് യാക്കോബിനോട് ഒരു പ്രത്യേക വാത്സല്യമുണ്ടായിരുന്നു. ഇത് ഈ അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. 2 പേരോടും ഇവരോരോരുത്തർക്കും ഉണ്ടായിരുന്ന പ്രത്യേക വാത്സല്യത്തെക്കുറിച്ച്. ഇനി എന്താ സംഭവിച്ചത് എന്ന് ഈ അധ്യായം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ദിവസം ഏസാവ് നായാട്ട് കഴിഞ്ഞ് അവന് വളരെ ക്ഷീണിതനായി ഭവനത്തിലേക്ക് വന്നു. യാക്കോബിൻ്റെ ഒരു പ്രത്യേകത, യാക്കോബ് ശാന്തനായിരുന്നു. ആ മിക്കവാറൊക്കെ വീടിനുള്ളിൽ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തി, കൊട്ടാരത്തിനുള്ളിൽ കഴിഞ്ഞിരുന്ന, ആ കൊട്ടാര സുഖം അനുഭവിച്ച് ജീവിച്ചിരുന്ന ഒരു വ്യക്തി. അങ്ങനെ വേണമെങ്കിൽ യാക്കോബിനെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഏസാവ് ഈ അധ്വാനം എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ വളരെ ക്ഷീണിതനായി വന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇപ്പോഴാണ് വീട്ടിലേക്ക് കയറിയപ്പോൾ നല്ല പായസത്തിൻ്റെ ഗന്ധം അതവൻ്റെ മൂക്കിലടിച്ചു കഴിഞ്ഞപ്പോൾ അവന് ഏതാണ്ട് ഭ്രാന്തായതുപോലെയായി. അവൻ്റെ വിശപ്പ് അവനെ ഭ്രാന്തനാക്കി. അവൻ പറഞ്ഞു, എനിക്ക് ആ പായസം താ. യാക്കോബ് സൂചിപ്പിച്ച ഒരു കാര്യം, പായസം തരാം, പക്ഷേ നിന്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം എനിക്ക് തരണം. ഈ ഏസാവ് അവൻ്റെ മനസ്സിൽ കൂടെ പോയ ചിന്ത, കാരണം അവൻ ഈ വിശപ്പ് മൂത്ത് ഏതാണ്ട് ഭ്രാന്ത് പോലെയായി. അവന് നോർമലായിട്ട് ചിന്തിക്കുന്ന അവസ്ഥ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവൻ പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വെച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? എനിക്കിപ്പം നല്ല വിശപ്പുണ്ട്, എനിക്കിപ്പം വേണ്ടത് ഭക്ഷണമാണ്. അപ്പം അതുകൊണ്ട് കടിഞ്ഞൂൽ പുത്രസ്ഥാനം നീ വേണമെങ്കിൽ എടുത്തോ, എനിക്ക് പായസം തരിക. അവൻ വിളിച്ചു പറഞ്ഞു, യാക്കോബാണ് കടിഞ്ഞൂൽ പുത്രൻ. അങ്ങനെ ഏസാവിന് തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം നഷ്ടമായി. അതുകൊണ്ടാണ് അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏസാവിൻ്റെ ആ പേര് വരേണ്ടടുത്ത് ആ പേരവന് നഷ്ടമായി. എന്തിനു വേണ്ടി? നിസാരം ഒരു കപ്പ് പായസത്തിന് വേണ്ടി. ഏതാണ്ട് ഇതുപോലെ ചെറിയ ചെറിയ പാപസുഖത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമുക്ക് വരാവുന്ന നഷ്ടം എത്ര വലുതാണ് എന്നുള്ളത് നാം തിരിച്ചറിയുന്നത് നല്ലതാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഏസാവിന് വന്നത് വൻ നഷ്ടമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വളരെ വളരെ എളുപ്പമാണ്. ഇതുപോലെ തന്നെ മറ്റു പല വ്യക്തികളെ, ബൈബിൾ കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ചെറിയ പാപസുഖത്തിന് വേണ്ടി പോയി അവർക്കൊക്കെ നഷ്ടപ്പെട്ടത് വലിയ സൗഭാഗ്യമാണ്. ഇനി അത് നമുക്ക് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധയുള്ളവരാകണം. ഏതാനും ബൈബിൾ കഥാപാത്രങ്ങളെ നമുക്കെടുക്കാം. 2 സാമുവേൽ 11-12 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ദാവീദിന് നഷ്ടമായ ചില കാര്യങ്ങൾ എന്തായിരുന്നു? കാരണം അവൻ ബത്ശബായുടെ ആ സൗന്ദര്യത്തിൽ കുടുങ്ങി അവളെ പ്രാപിക്കുകയും അങ്ങനെ ജഡസുഖത്തിൻ്റെ പിന്നാലെ പോയി. പിന്നീട് അവൻ്റെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് വന്ന അനർത്ഥങ്ങളെക്കുറിച്ച് തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അമ്നോൻ താമാറിനെ പ്രാപിക്കാനും അവളിൽ ഒരു ജഡസുഖം കണ്ടെത്താനും അവൻ പോയി. അവസാനം എന്താണ്? അവനെ വെട്ടിക്കൊല്ലുന്ന ഒരു രംഗം നമുക്ക് കാണാൻ പറ്റും. ബൈബിളിൽ നമ്മൾ കാണുന്ന മറ്റൊരു കഥാപാത്രമാണ് സാംസൺ.
ന്യായാധിപന്മാരുടെ പുസ്തകം 14, 15, 16 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അതിശക്തനായിരുന്നവൻ അല്പ ജഡസുഖത്തിന് വേണ്ടി പോയി. പിന്നീട് അവന് സംഭവിച്ചത് പരിതാപകരമായൊരവസ്ഥയിലേക്ക് അവൻ തള്ളപ്പെട്ടു എന്നുള്ളതാണ്. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് താൽക്കാലികമായ ജഡസുഖത്തിന് വേണ്ടി പോയപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ വന്ന വൻ നഷ്ടം. ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ബിഷപ്പ് അനുഗ്രഹ വഴിയാക്കി അനുഗ്രഹ സ്രോതസ്സാക്കി മാറ്റിയ പല വ്യക്തികളെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. ഇനി അവർ ഭക്ഷണം വേണ്ടാന്ന് വെച്ച് ബിഷപ്പ് അനുഭവിച്ചപ്പോൾ അതെല്ലാം അനുഗ്രഹത്തിൻ്റെ ഒരു സ്രോതസ്സാക്കി അവർ മാറ്റി. മേരി റോസ് ഫെറോൺ, ഒരു അമേരിക്കക്കാരിയാണ്. 14 വർഷം വിശുദ്ധ കുർബാന അല്ലാതെ വേറെ ഒന്നും ഭക്ഷിച്ചില്ല. എന്നിട്ട് സാധാരണ ജീവിതം നയിക്കുന്നത് പോലെ അവർ ജീവിച്ചു. ടെരേസ ന്യൂമൻ, ഒരു ജർമ്മൻകാരിയാണ്. അവർ ഇതുപോലെ 10-30 വർഷം വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ അങ്ങനെ ജീവിച്ച ഒരു വ്യക്തിയാണ് മാർത്തെ റോബിൻ, ഫ്രാൻസുകാരി. അവർ 52 വർഷക്കാലം വിശുദ്ധ കുർബാനയല്ലാതെ മറ്റൊന്നും ഭക്ഷിച്ചില്ല. എന്നൊക്കെ അവരൊക്കെ ബിഷപ്പ് അത് ഏറ്റെടുത്തുകൊണ്ട് അത് അനുഗ്രഹ സ്രോതസ്സാക്കി മാറ്റിയ വ്യക്തികളാണ്. ജൂലിയാന ഫൽക്കോനിയേരി വർഷങ്ങളോളം ഉപവാസം അനുഷ്ഠിച്ച ഒരു വ്യക്തിയാണ്. അവസാനം അവർക്ക് 70-ാമത്തെ വയസ്സായപ്പോഴത്തേക്കും അവർക്ക് വിശുദ്ധ കുർബാന പോലും തൊണ്ടയിൽ താഴേക്ക് ഇറങ്ങാത്ത ഒരവസ്ഥ വന്നു. പക്ഷേ വളരെ അത്ഭുതകരമായി വിശുദ്ധ കുർബാനയെ പ്രണയിച്ച അവർക്ക് ദൈവം തൻ്റെ സ്നേഹം പ്രകടമാക്കി കൊടുത്ത അനുഭവം ഉണ്ടായി. ഇവിടെയെല്ലാം നമ്മൾ കാണുക, നമുക്ക് ബിഷപ്പ് നമ്മെ ഭ്രാന്താക്കിയാൽ വരാവുന്ന നഷ്ടത്തെക്കുറിച്ചും ബിഷപ്പ് നമ്മൾ അനുഗ്രഹ സ്രോതസ്സാക്കിയാൽ നമുക്കുണ്ടാകാവുന്ന നേട്ടങ്ങളെക്കുറിച്ചുമാണ്. അതനുസരിച്ച് ജീവിതം ക്രമീകരിച്ച് മുമ്പോട്ട് പോകുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒരുമിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.